പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഇന്ന് ഈ വീഡിയോയിൽ നമ്മളൊരു മോഡൽ എക്സാം ആണ് സെറ്റ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മോഡൽ എക്സാം ആണ്. ഈ ഒരു മോഡൽ എക്സാം എഴുതി തീരുമ്പോഴത്തേക്കും നിങ്ങൾ എത്രത്തോളം സ്പെഷ്യൽ ടോപ്പിക്കുകൾ പഠിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് അതിപ്പോൾ 30 ചോദ്യത്തിനകത്ത് നിന്ന് 10 മാർക്ക് ആയിക്കോട്ടെ, 5 മാർക്ക് ആയിക്കോട്ടെ, 20 ആയിക്കോട്ടെ, 30 ആയിക്കോട്ടെ, നിങ്ങൾ ആ മാർക്ക് എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ നോളജ് ഫാക്ടറി PSC എന്ന് പറയുന്ന ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൽ PSC നോട്ടിഫിക്കേഷൻസ്, PSC ക്ലാസ്സുകൾ, PSC റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കടക്കാം. ഉഷ്ണമേഖല വനശാസ്ത്രം, ഓക്കെ, ഉഷ്ണമേഖല വനശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉഷ്ണമേഖല വനശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? നിങ്ങൾ കയ്യിലൊരു ബുക്കും പേപ്പറും ആയിട്ട് ഇരിക്കുക, നിങ്ങളുടെ മാർക്ക് നിങ്ങൾ കൗണ്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിനകത്ത് 4 ഓപ്ഷൻസ് ഉണ്ട്. ശരി ഉത്തരം നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഓപ്ഷൻ ഡി എഴുതിയവർക്കാണ് ഇതിനകത്ത് ഉത്തരം കിട്ടുക. ഉത്തരം എന്ന് പറയുന്ന ആരാണ്? ഓപ്ഷൻ ഡി ഡിട്രിച്ച് ബ്രാൻഡിസ് ആണ് അല്ലെ. ഉഷ്ണമേഖല വനശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? ഡിട്രിച്ച് ബ്രാൻഡിസ് ആണ്. ഓക്കെ, നമുക്കടുത്ത് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലെ. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളമാണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം വരുന്നത്. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കേരളത്തിൽ അവസാനമായി നിലവിൽ വന്ന വന്യജീവി സങ്കേതം ഏതാണ്? കേരളത്തിൽ അവസാനമായി നിലവിൽ വന്ന വന്യജീവി സങ്കേതം ഏതാണ്? ഏതാണ് ഈ പറയുന്നതിൽ കേരളത്തിൽ അവസാനമായി നിലവിൽ വന്ന വന്യജീവി സങ്കേതം? കരിമ്പുഴയാണ് അല്ലെ. ഓപ്ഷൻ എ എഴുതിയവർക്ക് ശരി ഉത്തരം കരിമ്പുഴ. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം കേട്ടോ. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, കരിമ്പുഴ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ഇന്ത്യയിൽ ആദ്യമായി പേപ്പർ വ്യവസായം ആരംഭിച്ചത് എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് പേപ്പർ വ്യവസായം ആരംഭിച്ചത് എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് പേപ്പർ വ്യവസായം എവിടെയാണ്? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, പശ്ചിമ ബംഗാളാണ്. പശ്ചിമ ബംഗാളിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പേപ്പർ വ്യവസായം ആരംഭിക്കുന്നത്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ഫോറസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന ആരാണ്? ഇന്ത്യൻ ഫോറസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ആരാണ്? ഇന്ത്യൻ ഫോറസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ആരാണ്? ആരാണ്? ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ ആണ് അല്ലെ. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ ആണ് ഫോറസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. ഇന്ത്യൻ ഫോറസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന ആരാണ്? ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ ആണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഓപ്പറേഷൻ ഒലീവിയ എന്താണ്? ഓപ്പറേഷൻ ഒലീവിയ ഏത് ജീവിയുടെ സംരക്ഷണാർത്ഥം ആരംഭിച്ചതാണ്? ഓപ്പറേഷൻ ഒലീവിയ. ഓപ്പറേഷൻ ഒലീവിയ ഏത് ജീവിയുടെ സംരക്ഷണാർത്ഥം ആരംഭിച്ച പദ്ധതിയാണ്? കിട്ടിയോ? ഏതാണ്? കടലാമയാണ് കേട്ടോ. കടലാമയുടെ സംരക്ഷണാർത്ഥം ആരംഭിച്ചതാണ് ഓപ്പറേഷൻ ഒലീവിയ. ഓപ്പറേഷൻ ഒലീവിയ കടലാമയുടെ സംരക്ഷണാർത്ഥം ആരംഭിച്ച പദ്ധതിയാണ്. അടുത്ത ഏഴാമത്തെ ചോദ്യം വന പരിപാലന ജീവശാസ്ത്ര ശാഖയുടെ പേരെന്താണ്? ചോദ്യം ശ്രദ്ധിക്കുക. വനം പരിപാലിക്കുന്ന ശാസ്ത്രശാഖയുടെ പേര് എന്താണ്? വനം പരിപാലിക്കുന്ന ശാസ്ത്രശാഖയുടെ പേര് എന്താണ്? അപ്പൊ ഏഴാമത്തെ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പൊ തന്നെ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. വനം പരിപാലിക്കുന്ന ശാസ്ത്രശാഖയുടെ പേര് എന്താണ്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, സിൽവി കൾച്ചർ ആണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, സിൽവി കൾച്ചർ ആണ്. വനം പരിപാലിക്കുന്ന ശാസ്ത്രശാഖയുടെ പേരാണ് സിൽവി കൾച്ചർ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണ്? വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണ്? ശ്രദ്ധിക്കണം, വന്യജീവി സംരക്ഷണ നിയമമാണ്. വന്യജീവി സംരക്ഷണ നിയമം. വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വരുന്നത് 1972 1972 വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വരുന്നത്. അടുത്ത ചോദ്യം എല്ലാ വർഷവും ഫ്ലെമിംഗോ ഉത്സവം നടക്കുന്നത് എവിടെയാണ്? എല്ലാ വർഷവും ഫ്ലെമിംഗോ ഫെസ്റ്റിവൽ നടക്കുന്നത് എവിടെയാണ്? ഫ്ലെമിംഗോ ഫെസ്റ്റിവൽ അറിയാമോ? എല്ലാ വർഷവും ഫ്ലെമിംഗോ ഫെസ്റ്റിവൽ നടക്കുന്നത് എവിടെയാണ്? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശിലാണ് എല്ലാ വർഷവും ഫ്ലെമിംഗോ ഫെസ്റ്റിവൽ നടക്കുന്നത്. എവിടെയെന്ന് ചോദിച്ചാൽ ആന്ധ്രാപ്രദേശിലാണ്. അടുത്ത 10ാമത്തെ ചോദ്യം
പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ആനമുടിയാണ് അല്ലെ. ആനമുടിയാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഏതാണ്? ആനമുടിയാണ്. അടുത്ത ചോദ്യം 11ാമത്തെ ചോദ്യമാണ്. മധ്യ യൂറോപ്പിലെ പുൽമേടുകൾ അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? മധ്യ യൂറോപ്പിലെ പുൽമേടുകൾ അറിയപ്പെടുന്നത് ഏതു പേരിലെന്നാണ് നമ്മുടെ 11ാമത്തെ ചോദ്യം. ഏത് പേരിലാണ് മധ്യ യൂറോപ്പിലെ പുൽമേടുകൾ അറിയപ്പെടുന്നത്? സ്റ്റെപ്പീസ് എന്നാണ് അല്ലെ. സ്റ്റെപ്പീസ് എന്നാണ് മധ്യ യൂറോപ്പിലെ പുൽമേടുകൾ അറിയപ്പെടുന്നത്. സ്റ്റെപ്പീസ് എന്നാണ്. അടുത്ത ചോദ്യം 12ാമത്തേതാണ്. മരുഭൂമിയിൽ വളരുന്ന ചെടികൾക്ക് അറിയപ്പെടുന്ന പേര് എന്താണ്? ശ്രദ്ധിക്കുക, മരുഭൂമിയിൽ വളരുന്ന ചെടികൾക്ക് അറിയപ്പെടുന്ന പേര് എന്താണെന്നാണ് നമ്മുടെ 12ാമത്തെ ചോദ്യം. എന്താണ്? കിട്ടിയോ? ഏതാണ്? എറിമോ ഫൈറ്റ് എന്നാണ് കേട്ടോ. എറിമോ ഫൈറ്റ് ആണ്. അപ്പൊ എറിമോ ഫൈറ്റുകൾ എന്നാണ് മരുഭൂമിയിൽ വളരുന്ന ചെടികൾക്ക് അറിയപ്പെടുന്ന പേരെന്താണ്? എറിമോ ഫൈറ്റുകൾ എന്നാണ്. 13ാമത്തെ ചോദ്യം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള ജില്ല ഏതാണ്? കിട്ടിയോ? ഏതാണ്? കണ്ണൂരാണ് അല്ലെ. കണ്ണൂരാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള ജില്ല. ഏതാണ്? കണ്ണൂരാണ്. അടുത്ത ചോദ്യം. ഉഷ്ണമേഖല വനഗവേഷണ കേന്ദ്രം. ഉഷ്ണമേഖല വനഗവേഷണ കേന്ദ്രം അല്ലെങ്കിൽ ട്രോപ്പിക്കൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉഷ്ണമേഖല വനഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കിട്ടിയോ? എവിടെയാണ്? എവിടെയാണ്? ജബൽപൂരിലാണ് അല്ലെ. ജബൽപൂരാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 15ാമത്തെ ചോദ്യം. 17ാം നൂറ്റാണ്ടില് ഡച്ചുകാരാൽ രചിക്കപ്പെട്ട പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഈ ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? ശ്രദ്ധിക്കുക, നമ്മുടെ ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിക്കുന്ന ചെടികൾ അല്ലെങ്കിൽ പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മുടെ 15ാമത്തെ ചോദ്യം. എന്തിനെ കുറിച്ചാണ് ഹോർത്തൂസ് മലബാറിക്കസിൽ പറയുന്നത്? ഡച്ചുകാരാണ് ഇത് എഴുതിയത് അല്ലെ. അപ്പോൾ എന്താണ് പറയുന്നത്? ഔഷധ സസ്യങ്ങളെ കുറിച്ചാണ് ഹോർത്തൂസ് മലബാറിക്കസിനകത്ത് പ്രതിപാദിച്ചിരിക്കുന്നത്. 16ാമത്തെ ചോദ്യം. കേരളത്തിലെ ഏത് ജില്ലയിലാണ് നീലക്കുറിഞ്ഞി സാങ്ച്വറി സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ ഏത് ജില്ലയിലാണ് നീലക്കുറിഞ്ഞി സാങ്ച്വറി സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? ഇടുക്കിയിലാണ് അല്ലെ. നമുക്കറിയാം ഇടുക്കിയിലാണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഇടുക്കിയിലാണ്. കേരളത്തിലെ ഇടുക്കിയിലാണ് എന്ത് ചെയ്യുന്നത്? നീലക്കുറിഞ്ഞി സാങ്ച്വറി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിലാണ്. 17ാമത്തെ ചോദ്യം. 1972 വന്യജീവി സംരക്ഷണ നിയമത്തിൽ എത്ര ഷെഡ്യൂളുകളുണ്ട്? വന്യജീവി സംരക്ഷണ നിയമത്തിൽ എത്ര ഷെഡ്യൂളുകളുണ്ട്? എത്ര ഷെഡ്യൂളാണുള്ളത്? 7 ഷെഡ്യൂളാണ്. 6 സോറി. നമ്മുടെ 1972 വന്യജീവി സംരക്ഷണ നിയമത്തിൽ എത്ര ഷെഡ്യൂളുകളാണുള്ളത്? 6 ഷെഡ്യൂളുകളാണുള്ളത് കേട്ടോ. 1972 വന്യജീവി സംരക്ഷണ നിയമത്തിൽ എത്ര ഷെഡ്യൂളുകളാണുള്ളത്? 6 ഷെഡ്യൂളാണുള്ളത്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം വരുന്നത്. 6 ഷെഡ്യൂളാണ്. ഓക്കെ. അടുത്ത 18ാമത്തെ ചോദ്യം. എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വനം കൺകറന്റ് ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തിയത്? എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വനത്തിനെ കൺകറന്റ് ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തിയതെന്നാണ് ചോദ്യം. ഏതാണ്? വളരെ സിമ്പിൾ ആണ്, നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. 42 ആണ് അല്ലെ. 42ാം ഭേദഗതിയിലൂടെയാണ് വനത്തിന് എന്ത് ചെയ്യുന്നത്? സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലോട്ട് മാറ്റിയത് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. 19ാമത്തെ ചോദ്യം. അസഡിറാക്ഷൻ വേർതിരിച്ചെടുക്കുന്നത് എന്തിൽ നിന്നാണ്? ശ്രദ്ധിക്കുക, അസഡിറാക്ഷൻ വേർതിരിച്ചെടുക്കുന്നത് എന്തിൽ നിന്നാണ്? കിട്ടിയോ? ഏതിൽ നിന്നാണ് അസഡിറാക്ഷൻ വേർതിരിച്ചെടുക്കുന്നത്? വേപ്പി എന്നാണ്. വേപ്പി എന്നാണ് എന്ത് ചെയ്യുന്നത്? അസഡ് റിയാക്ഷൻ. കണ്ടോ, അസഡ് റിയാക്ഷൻ വേർതിരിച്ചെടുക്കുന്നത് എന്തിൽ നിന്നാണ്? വേപ്പിൽ നിന്നാണെന്ന് അറിഞ്ഞിരിക്കുക. അസഡ് റിയാക്ഷൻ വേർതിരിച്ചെടുക്കുന്നത് എന്തിൽ നിന്നാണ്? വേപ്പി എന്നാണ്. 20ാമത്തെ ചോദ്യം. വനവൽക്കരണത്തിലുള്ള പൊതുജന പങ്കാളിത്തത്തെ അറിയപ്പെടുന്ന പേരെന്താണ്? വനവൽക്കരണത്തിലുള്ള പൊതുജന പങ്കാളിത്തത്തെ അറിയപ്പെടുന്ന പേര് എന്താണ്? കിട്ടിയോ? എന്താണ്? സോഷ്യൽ ഫോറസ്റ്ററി എന്നാണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. വനവൽക്കരണത്തിലുള്ള പൊതുജനത്തിന്റെ പങ്കാളിത്തത്തെ അറിയപ്പെടുന്ന പേരാണ് സോഷ്യൽ ഫോറസ്റ്ററി. 21ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ കണ്ടുവരുന്ന ഏക വാലില്ലാത്ത കുരങ്ങ് വിഭാഗം ഏതാണ്? ഇന്ത്യയിൽ കണ്ടുവരുന്ന ഏക വാലില്ലാത്ത കുരങ്ങ് വിഭാഗം ഏതാണ്? കിട്ടിയോ? ഏതാണ്? ഗിബ്ബൺ ആണ്. ഹൂലോക്ക് ഗിബ്ബൺ ആണ് ഇന്ത്യയിൽ കണ്ടുവരുന്ന ഏക വാലില്ലാത്ത കുരങ്ങ് വിഭാഗമാണ് ഹൂലോക്ക് ഗിബ്ബൺ. 22ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ കണ്ടുവരുന്ന വിദേശീയ അല്ലെങ്കിൽ വിദേശ ഇനം മരം ഏതാണ്? ഇന്ത്യയിൽ കണ്ടുവരുന്ന വിദേശ ഇനം മരം ഏതാണ്? ഇതിൽ ഈ പറയുന്ന 4 എണ്ണത്തിൽ ഒരെണ്ണം ഇന്ത്യയിൽ ഒരു വിദേശ മരമാണ്. ഇത് ഇന്ത്യയിൽ കണ്ടുവരുന്നുണ്ട്. ഏതാണ് ആ മരം?
യൂക്കാലിപ്റ്റസ് ആണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. വനവൽക്കരണത്തിന് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് തേക്ക് മരമാണ്. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് യൂക്കാലിപ്റ്റസ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് പറഞ്ഞത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന വിദേശ ഇനം മരം ചോദിച്ചാൽ അത് യൂക്കാലിപ്റ്റസ് ആണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. 23ാമത്തെ ചോദ്യം, ഷെൽട്ടർ ബെൽറ്റ് സിസ്റ്റത്തിന്റെ പ്രാധാന്യം എന്താണ്? ഷെൽട്ടർ ബെൽറ്റ് സിസ്റ്റത്തിന്റെ പ്രാധാന്യം എന്താണ്? ഷെൽട്ടർ ബെൽറ്റ് സിസ്റ്റത്തിന്റെ പ്രാധാന്യം എന്താണ്? അറിയാമോ? കാറ്റിൽ നിന്നുള്ള സംരക്ഷണമാണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. കാറ്റിൽ നിന്നുള്ള സംരക്ഷണത്തിനാണ് നമ്മൾ ഷെൽട്ടർ ബെൽറ്റുകൾ ഉപയോഗിക്കുന്നത്. ഷെൽട്ടർ ബെൽറ്റ്, കാറ്റിൽ നിന്നുള്ള സംരക്ഷണം. ക്യോട്ടോ ഉടമ്പടി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്യോട്ടോ പ്രോട്ടോകോൾ, ക്യോട്ടോ ഉടമ്പടി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്താണ്? കേട്ടിട്ടുള്ളതാണ്. കാലാവസ്ഥാ വ്യതിയാനം തന്നെയാണ് അല്ലെ? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടതാണ് ക്യോട്ടോ പ്രോട്ടോകോൾ. അപ്പോൾ ക്യോട്ടോ ഉടമ്പടി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കാലാവസ്ഥാ വ്യതിയാനം. 25, 1952 വനനിയമപ്രകാരം നിലവിലുണ്ടായിരിക്കേണ്ടത് എത്ര ശതമാനം വനമാണ്? 1952 വനനിയമപ്രകാരം ഇന്ത്യയിൽ എത്ര ശതമാനം വനം കാണണം എന്നാണ് പറയുന്നത്? അറിയാമോ? 33 ആണേ. 33% 1952 വനനയപ്രകാരം ഇന്ത്യയിൽ 33% വനം കാണപ്പെടണം എന്ന് പറയുന്നുണ്ട്. 26ാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ സ്റ്റംപ് പ്ലാന്റിംഗ് എന്താണ്? സ്റ്റംപ് പ്ലാന്റിംഗ് അനുയോജ്യമായത് ഏത് തരം മരത്തിലാണ്? സ്റ്റംപ് പ്ലാന്റിംഗ് അനുയോജ്യമായത് ഏത് തരം മരത്തിലാണ്? അറിയാമോ? സ്റ്റംപ് പ്ലാന്റിംഗ് അനുയോജ്യമായത് തേക്ക് മരത്തിൽ നിന്നാണ് കേട്ടോ. തേക്ക് മരത്തിൽ നിന്നാണ് സ്റ്റംപ് പ്ലാന്റിംഗ് അനുയോജ്യമായത്. സ്റ്റംപ് പ്ലാന്റിംഗ് അനുയോജ്യമായത് തേക്ക് മരത്തിൽ നിന്നാണ്. 27ാമത്തെ ചോദ്യം, ഒഡീഷയിൽ ഉപ്പുവെള്ള മുതല സംരക്ഷണം ആരംഭിച്ചത് എപ്പോഴാണ്? ഒഡീഷയിലെ ഉപ്പുവെള്ള മുതല സംരക്ഷണം ആരംഭിച്ച വർഷം ഏതെന്നാണ് ചോദ്യം. അറിയാമോ? ഉപ്പുവെള്ള മുതല സംരക്ഷണം ഏത് വർഷമാണ്? 1975ലാണ്. 1975ലാണ് ഉപ്പുവെള്ള മുതല സംരക്ഷണം എവിടെ ആരംഭിച്ചത്? ഒഡീഷയിൽ ആരംഭിക്കുന്നത് കേട്ടോ. ഒഡീഷയിലെ ഉപ്പുവെള്ള മുതല സംരക്ഷണം 1975. പശ്ചിമഘട്ടത്തിൽ നിന്ന് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല്ലി വർഗത്തിൽപ്പെട്ട ജീവി ഏതാണ്? പശ്ചിമഘട്ടത്തിൽ നിന്ന് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല്ലി വർഗത്തിൽപ്പെട്ട ജീവി ഏതെന്നാണ് 28ാമത്തെ ചോദ്യം. ഉത്തരം പറയാനായി ശ്രമിച്ചേ. കിട്ടിയോ? സിസ്പറ ഡേ ഗെക്കോ. സിസ്പറ ഡേ ഗെക്കോ എന്നാണ് ഈ ഒരു പല്ലി വർഗത്തിൽപ്പെട്ട ജീവി കേട്ടോ. അപ്പോൾ പശ്ചിമഘട്ടത്തിൽ നിന്ന് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല്ലി വർഗത്തിൽപ്പെട്ട ജീവിയാണ് എന്താ? സിസ്പറ ഡേ ഗെക്കോ. സിസ്പറ ഡേ ഗെക്കോയാണ് പശ്ചിമഘട്ടത്തിൽ നിന്ന് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല്ലി വർഗത്തിൽപ്പെട്ട ജീവിയുടെ പേര്. ഇന്ത്യയിൽ ആകെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് വന്യജീവി സങ്കേതങ്ങൾ? ഇന്ത്യയുടെ ആകെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് വന്യജീവി സങ്കേതങ്ങൾ? കിട്ടിയോ? എത്ര ശതമാനമാണ്? 3.72 ആണ് കേട്ടോ. 3.72 ആണ്. അപ്പൊ ഇന്ത്യയുടെ ആകെ ഭൂവിസ്തൃതിയുടെ 3.72% വന്യജീവി സങ്കേതങ്ങൾ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ 30ാമത്തെ ചോദ്യമാണ്. സൈറ്റ്സിന്റെ പൂർണ്ണ രൂപം എന്താണ്? സൈറ്റ്സിന്റെ പൂർണ്ണ രൂപം എന്താണ്? CITES എന്നാണ്. CITES. സൈറ്റ്സിന്റെ പൂർണ്ണ രൂപം എന്താണ്? കിട്ടിയോ? എന്താണ്? കൺവെൻഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഓഫ് വൈൽഡ് ഫ്ലോറ ആൻഡ് ഫോണ. ഇത് ശ്രദ്ധിക്കണം. സൈറ്റ്സിന്റെ പൂർണ്ണ രൂപം എന്താണ്? കൺവെൻഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ഇൻ endangered species of wild fauna and flora. Okay, wild fauna and flora. Convention on international trade in endangered species of wild flora and fauna. ഇതാണ് നമ്മുടെ സൈറ്റ്സിന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 30 ചോദ്യത്തിനകത്ത് നിന്ന് നിങ്ങൾക്ക് ഇപ്പോൾ എത്ര മാർക്ക് ആയിക്കോട്ടെ, എത്ര മാർക്ക് കിട്ടിയാലും ആ മാർക്ക് നിങ്ങളത് കമന്റ് ആയിട്ട് പറയുക. ഈ ഒരു അപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ മാർക്ക് എത്രയാണ്, ബാക്കിയുള്ളവർ എത്രത്തോളം പഠിച്ചു, നിങ്ങൾ എത്രത്തോളം പഠിച്ചു, നിങ്ങൾക്ക് ഇനിയുള്ള സമയം നിങ്ങൾക്ക് എത്ര വിനിയോഗിക്കാൻ കഴിയും എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് ഈ ഒരു മാർക്കിലൂടെ അറിയാനായിട്ട് പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മാർക്ക് ഒന്ന് കമന്റ് ആയിട്ട് പറയുക. വീഡിയോ ഇഷ്ടമായി ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പഠിക്കുന്ന സുഹൃത്തുക്കളിലേക്കും PSC ചാനലുകളിലേക്കും PSC ഗ്രൂപ്പുകളിലേക്കും കൂടിയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റുകളും തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. എന്തെങ്കിലും സംശയമുള്ളവർ, പറയുന്ന കാര്യത്തിലോ PSCയുമായിട്ട് എന്തെങ്കിലും സംശയമുള്ളവർ എനിക്ക് പേഴ്സണലായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. അതിലേക്കുള്ള ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.